ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ രുചിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കൊഴുക്കട്ടയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യമായി കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കിയതാണ് ഇത്. ശർക്കര ഇട്ട് മെൽറ്റാക്കുമ്പോൾ അതിനകത്ത് അഴുക്കും കല്ലും എല്ലാം മാറ്റി അരിച്ചെടുക്കണം. അങ്ങനെ അഴുക്കും കല്ലും എല്ലാം കളഞ്ഞ ശർക്കരപ്പാനിയാണിത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി വീഡിയോ മുഴുവനായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ശർക്കരപ്പാനി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങ ചേർത്ത ശേഷം ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. വറ്റിച്ചു കൊടുക്കാം. മണത്തിനും രുചിക്കും വേണ്ടി 1/2 സ്പൂൺ ജീരകവും 3-4 ഏലക്കായും കൂടി ചൂടാക്കി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ജീരകവും ഏലക്കായും കൂടി ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ജീരകവും ഏലക്കായും ഒഴിവാക്കരുത്, ഇതാണ് ഇതിൻ്റെ സ്വാദ്. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞു. ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട്. ഇനിയും അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാം. വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കണം. ഇതേ രീതിയിൽ തന്നെ തിളച്ച വെള്ളം മാറ്റി വെക്കാം. കുഴയ്ക്കാൻ വേണ്ടി അരിപ്പൊടി എടുക്കാം. കരിയില്ലാത്ത അരിപ്പൊടിയാണ് വേണ്ടിയത്. ഇടിയപ്പത്തിൻ്റെ പൊടിയോ പത്തിരിയുടെ പൊടിയോ എടുക്കാവുന്നതാണ്. അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി വറുത്ത അരിപ്പൊടി തന്നെ വേണം. 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അരിപ്പൊടി ഉപ്പും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുഴയ്ക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒരേപോലെ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടിൽ തന്നെ കൈകൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കാം. എന്നാലേ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് ആവുകയുള്ളൂ. കൊഴുക്കട്ടയ്ക്കുള്ള മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരേ വലിപ്പമുള്ള ഉരുളകളായിട്ട് മാറ്റി വെക്കാം. കുഴച്ച മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അങ്ങനെയെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിക്ക് ഒരേ വലിപ്പമുള്ള 8 കൊഴുക്കട്ടകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഉരുട്ടിയെടുത്തതിനകത്ത് ഫില്ലിങ്സ് നിറയ്ക്കാം. ഉരുളകൾ ഓരോന്നായി കയ്യിലെടുത്ത് വിരലുകൊണ്ട് അമർത്തി കുഴി ഉണ്ടാക്കാം. ഇതിനുള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൈകൊണ്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് മുകൾ ഭാഗം കവർ ചെയ്യാം. അതിനുശേഷം 2 കൈ കൊണ്ട് ഉരുട്ടി ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു സ്റ്റീമറോ ഇഡ്ഡലി പാത്രത്തിലോ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇഡ്ഡലി തട്ടോ സ്റ്റീമറിൻ്റെ തട്ടോ വെച്ച് കൊഴുക്കട്ട ഇതിൻ്റെ മുകളിൽ നിരത്തുക. എല്ലാ കൊഴുക്കട്ടയും വേവാൻ വെച്ചിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങുമ്പോൾ പാത്രം അടയ്ക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് വരും. അങ്ങനെ സ്വാദിഷ്ടമായ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.